أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فبأي آلاء ربكما تكذبان. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, പരമദയാലുവായ പടച്ചതമ്പുരാന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിൽ കഴിവിന്റെ പരമാവധി പാലിച്ചുകൊണ്ട് അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നല്ല വിശ്വാസികളായിക്കൊണ്ട് ജീവിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. സർവശക്തനായ റബ്ബ് അവന്റെ തൃപ്തി സമ്പാദിച്ചുകൊണ്ട് ജീവിച്ചു മരിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ അല്ലാഹു ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയ ഒരു സമുദായത്തെ കുറിച്ചായിരുന്നു നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹത്തിന് അല്ലാഹു ഒട്ടനവധി അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകുകയും ആ സമൂഹം നന്ദി കാണിക്കുന്നതിന് പകരമായി നന്ദികേട് കാണിച്ചു എന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായി. വിശ്വാസികൾ എന്ന നിലയിൽ നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒരു കാര്യം, നേരത്തെ സൂചിപ്പിച്ച സമൂഹത്തിന് അല്ലാഹു അനുഗ്രഹങ്ങൾ ചെയ്തതുപോലെ സർവശക്തനായ റബ്ബ് നമ്മളോടും ധാരാളമായി അല്ലാഹു നമുക്ക് അനുഗ്രഹങ്ങൾ നൽകുകയും ആ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്തുകൊണ്ട് നന്ദി ചെയ്തുകൊണ്ട് ജീവിക്കാനുമാണ് യഥാർത്ഥത്തിൽ അല്ലാഹു നമ്മോടൊക്കെ ആജ്ഞാപിച്ചിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിന്റെ പല ആയത്തുകളിലായി കാണാൻ സാധിക്കും, അല്ലാഹുവിനെ നിങ്ങൾ ശുക്ർ ചെയ്ത് ജീവിക്കുക, നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കുക. യാ അയ്യുഹല്ലദീന ആമനു, വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്ത് അൽ-ബഖറ 172-ാമത്തെ വചനത്തിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു കുലൂ മിനത് തയ്യിബാതി മാ റസഖ്നാകും. വിശ്വാസികളെ, നമ്മൾ വിളിച്ചുകൊണ്ടാണ് അല്ലാഹ് സംബോധന ചെയ്യുന്നത്. വിശ്വാസികളെ, നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്നും വിശിഷ്ടമായത് നിങ്ങൾ ഭക്ഷിക്കുക. വഷ്കുറൂ ലില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന് ശുക്ർ ചെയ്യുക. രണ്ടാമത് നമ്മൾ പറഞ്ഞിരിക്കുന്ന അതാണ്, നമ്മോട് പറഞ്ഞിരിക്കുന്ന ഒരു കൽപ്പന, നിങ്ങൾ അല്ലാഹുവിന് ശുക്ർ ചെയ്തുകൊണ്ട് ജീവിക്കുക. ഇൻ കുന്തും ഇയ്യാഹു തഅബുദൂൻ, നിങ്ങൾ അവനെയാണ് ആരാധിക്കുന്നത്. അപ്പൊ അല്ലാഹു നമ്മളോട്, വിശ്വാസികളോട് പറഞ്ഞിരിക്കുന്ന അതിപ്രധാനമായ ഒരു കാര്യമാണ് അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്ത് ജീവിക്കുക. ആ നന്ദി എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല അൽ-ബഖറയിലെ 152-ാമത്തെ വചനത്തിൽ അല്ലാഹു ഒന്നുകൂടി എടുത്തു പറയാൻ, ഫദ്കുറൂനി അദ്കുറുക്കും, അല്ലാഹുവിനെ നിങ്ങൾ ഫദ്കുറൂനി, നിങ്ങൾ എന്നെ ഓർക്കുക, എങ്കിലോ അദ്കുറുക്കും, ഞാൻ നിങ്ങളെയും ഓർക്കും. അപ്പൊ അല്ലാഹു നമ്മളെ ഓർക്കണമെങ്കിൽ അല്ലാഹുവിനെ നമ്മളും ഓർക്കണം. വഷ്കുറൂലി വലാ തക്ഫുറൂൻ, നിങ്ങൾ എനിക്ക് നന്ദി കാണിക്കുക, നിങ്ങൾ നന്ദി കേട് കാണിക്കല്ലേ എന്ന് അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രവാചകന്മാരെല്ലാവരും നന്ദി ചെയ്തുകൊണ്ടായിരുന്നു ജീവിച്ചിരുന്നത്. പടച്ചവനോടുള്ള നന്ദി, അത് ചില പ്രവാചകന്മാരുടെ ചരിത്രം ഖുർആൻ പറയുന്നിടത്ത് വിശുദ്ധ ഖുർആൻ തന്നെ പരാമർശിക്കുന്നുണ്ട്. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത് ഇന്നഹു കാന അബ്ദൻ ശക്കൂറ, സൂറത്ത് ഇസ്രാഈലിന്റെ 3-ാമത്തെ വചനം, അതിന്റെ ആയത്തിന്റെ അവസാനമാണ്. ഇന്നഹു, തീർച്ചയായും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കാന അബ്ദൻ ശക്കൂറ, നന്ദിയുള്ള ഒരു അടിമയായിരുന്നു. എന്തിനാ നന്ദി കാണിക്കണേ? പടച്ചോൻ നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക. പടച്ചോൻ എന്ത് അനുഗ്രഹം നൽകിയത്? എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹമാണ് പടച്ച തമ്പുരാൻ നൽകിയിരിക്കുന്നത്.
അതുകൊണ്ടാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ കാന അബ്ദഹു ശുക്കൂറ, അദ്ദേഹം ഒരു നന്ദിയുള്ള അടിമയായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് സൂറത്ത് നഹ്ലിലെ 121-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു സവിശേഷതയായി എടുത്തു പറയാണ് ഷാക്കിറൻ ലിഅൻഉമിഹി. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി കാണിക്കുന്നവനായിരുന്നു, ഷാക്കിറായിരുന്നു. ഷാക്കിർ എന്നാൽ അർത്ഥം നന്ദി കാണിക്കുന്നവൻ. ആരോട്? പടച്ചവനോട് നന്ദി കാണിച്ച് ജീവിക്കുന്നവനായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹത്തെ നാം തെരഞ്ഞെടുക്കുകയും അദ്ദേഹത്തിന് ചൊവ്വായ മാർഗത്തിലേക്ക് വഴി കാണിക്കുകയും ചെയ്തു. അപ്പോ പ്രവാചകന്മാരുടെ മാതൃക അള്ളാഹു അവർക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്തുകൊണ്ട് ജീവിക്കുകയായിരുന്നു. നിങ്ങൾ നോക്കൂ, അന്തിമ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നന്ദിയെ കുറിച്ച് ആയിഷ ബീവി പറയുന്നുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ച് സുന്നത്ത് നമസ്കരിച്ച് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിൽ നീര് വന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആ ചരിത്രം? അപ്പൊ ആയിഷ ബീവി ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഖാലത്തി ആയിഷ ബീവി ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അത്സ്നു ഹാദാ, നബിയെ അള്ളാഹുവിന്റെ പ്രവാചകരെ, എന്തിനാണ് നിങ്ങൾ ഇത്ര പ്രയാസപ്പെട്ടുകൊണ്ട് ഇങ്ങനെ കാലിൽ നീര് വരുവോളം താങ്കൾ നമസ്കരിക്കുന്നത്? കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ സർവ്വ പാപങ്ങളും പൊറുക്കപ്പെട്ടവനല്ലേ താങ്കൾ, പിന്നെ എന്തിനാണ് കാലിൽ നീര് വരുവോളം നിങ്ങൾ നിസ്കരിക്കുന്നത്? നിങ്ങൾ നോക്കി വല്ലാതാണ്. ആരാണ് നിസ്കരിക്കുന്നത് ആലോചിക്കണം. മഹാനായ അന്തിമ പ്രവാചകൻ അല്ലേ, അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അദ്ദേഹം പടച്ച തമ്പുരാന് ശുക്ർ ചെയ്തുകൊണ്ട് ജീവിക്കാണ്, നമസ്കരിക്കാണ്, കാലിൽ നീര് വരുവോളം. അതിന് ആയിഷ ബീവിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുക്കുന്ന മറുപടി എന്താ അറിയോ? ഖാല യാ ആയിഷ, പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യാ ആയിഷ അഫലാ അകൂന അബ്ദൻ ശുക്കൂറ, എനിക്കൊരു നന്ദിയുള്ള അടിമയായി ജീവിച്ചുകൂടെ? ഇത് നോക്കണം നിങ്ങൾ. നമ്മളല്ലത്, സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട പ്രവാചകൻ, വരാനിരിക്കുന്നതും കഴിഞ്ഞതുമായ സർവ്വ പാപങ്ങളിൽ നിന്നും വിമുക്തനായ പ്രവാചകൻ, കാലിൽ നീര് വരുവോളം അള്ളാഹുവിന് ശുക്ർ ചെയ്തുകൊണ്ട് നമസ്കരിച്ചു. ഇത് നമ്മള് വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടുന്ന സംഗതിയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, നമ്മളും നമ്മുടെ ഈ ജീവിതത്തിന്റെ ഒരു ദൗത്യം, ലക്ഷ്യം പടച്ചവന് ശുക്ർ ചെയ്തുകൊണ്ട് ജീവിക്കുക എന്നതാണ്. പടച്ചവന് നമ്മൾ ശുക്ർ ചെയ്യേണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്കി. എല്ലാ അർത്ഥത്തിലും പടച്ച തമ്പുരാൻ ശുക്ർ ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. പടച്ച തമ്പുരാൻ എന്തെല്ലാം നമുക്ക് നൽകിയത്, എന്തെല്ലാം. സൂറത്ത് ഇബ്രാഹിമിലെ 34-ാമത്തെ വചനത്തിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ് വിശ്വാസികളോട്, നിങ്ങൾ ചോദിച്ചതെല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകി. ചോദിച്ചതെല്ലാം നൽകി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ അവന് ഗുണകരമാകുന്ന എല്ലാം നൽകി എന്നാണ് അതിനർത്ഥം. എല്ലാം പടച്ച തമ്പുരാൻ നിങ്ങൾക്ക് നൽകി. വിശുദ്ധ ഖുർആൻ പറയാണ്, എന്നിട്ട് പറയാണ്, അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണുകയാണെങ്കിൽ നിങ്ങൾക്ക് എണ്ണി കണക്കാക്കാൻ പറ്റുകയില്ല. നമ്മുടെ ശരീരത്തിന്റെ ആന്തരാവയവങ്ങളുടെ പ്രവർത്തനം മുതൽ നമ്മുടെ ഭൗതികമായ സുഖസൗകര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുക. എന്തെല്ലാം അനുഗ്രഹമാണ്. ഒരു വെള്ള പേപ്പറിൽ എഴുതിയാൽ പടച്ച തമ്പുരാൻ നൽകിയിരിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളും എണ്ണി കണക്കാക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് ഖുർആൻ പഠിപ്പിക്കാം. ഇന്നൽ ഇൻസാന ലസലൂമുൻ കഫാർ. പക്ഷേ അങ്ങനെയൊക്കെയാണ് എങ്കിലും തീർച്ചയായിട്ടും മനുഷ്യന്മാർ അക്രമിയും നന്ദി കെട്ടവരുമാണ് എന്ന് വിശുദ്ധ ഖുർആൻ ഈ ആയത്തിന്റെ അവസാനത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ആലോചിക്ക സഹോദരന്മാരെ, എല്ലാം നൽകിയവനാണ് പടച്ചവൻ, എല്ലാം നമുക്ക് നൽകിയവനാണ് പടച്ചവൻ. നമ്മൾ അല്പം നമ്മുടെ പിന്നോട്ടുള്ള ചരിത്രത്തിലേക്ക് ഒന്ന് പോകുന്നത് ഇടക്കിടക്ക് നല്ലത്. ഒരു 19 കൊല്ലം മുമ്പ്, ഒരു അര നൂറ്റാണ്ട് മുമ്പ് ജീവിച്ചിരുന്ന ആളുകളുടെ ചിത്രം നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്തായിരുന്നു അവരുടെ ജീവിതം? നമ്മൾ ആലോചിച്ച് നോക്കുക. ഒരു മനുഷ്യന്റെ സാധാരണഗതിയിലുള്ള പ്രാഥമിക സൗകര്യങ്ങളായിട്ട് കണക്കാക്കുന്നത്, പ്രഥമ ആവശ്യങ്ങളായി കണക്കാക്കുന്നത് 2-3 കാര്യങ്ങളാണ്. ഒന്നൊരു പാർപ്പിടം, മറ്റൊന്ന് ഭക്ഷണം, മറ്റൊന്ന് വസ്ത്രം. ഇതാണ് അത്യാപേക്ഷിതമായി ഒരു മനുഷ്യന് വേണ്ടുന്നത്. നമ്മളുടെ
ഒരു 50 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ ഒരു 1 നൂറ്റാണ്ട് മുമ്പ് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഞാനും നിങ്ങളും ആലോചിച്ച് നോക്കുക. ഞാൻ ഒരു ഓലക്കുടയിൽ അല്ലെങ്കിൽ ഒരു പുല്ലിട്ട വീട്ടിൽ ജീവിച്ചു വളർന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ആ മനുഷ്യന് എന്നെ പോലുള്ള ഓരോരുത്തർക്കും അള്ളാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ കൃത്യമായി നമുക്കറിയാം. ഒരു മഴക്കാലം വരുമ്പോൾ, മഴക്കാലത്തിനാഗതമാകുമ്പോൾ നമ്മുടെ വീടുകളിലുള്ള ഉമ്മമാരും നമ്മുടെ വല്യമ്മമാരും ഒക്കെ അവർ ബേജാറാണ്. അവര് പാടത്തേക്ക് ഇറങ്ങിയിട്ട് എന്താ, കവുങ്ങിൽ നിന്നും മോശമല്ലാത്ത പാളകൾ ശേഖരിക്കും. ആലോചിച്ച് നോക്കണം. ആ പാളകൾ ശേഖരിച്ച് അവർ വെക്കാണ്. മഴ പെയ്യുമ്പോൾ ആ ചോർന്നൊലിക്കുന്ന കുടിലിൽ, ചോർന്നൊലിക്കുന്ന സ്ഥലങ്ങളിൽ പാള തിരികെ വെക്കും. എന്റെ അനുഭവമാണ് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചത്. ആ പാള കൊണ്ട് നിൽക്കുന്നതല്ല, സുഖകരമായി ഒന്ന് കിടക്കാൻ പോലും സാധ്യമല്ലാത്ത രൂപത്തിൽ വെള്ളമായിരിക്കും പുല്ലിട്ട വീട്ടിൽ നിന്നും ഒലിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അവിടെ ചുമരുകള് നമ്മൾ ആലോചിച്ച് നോക്കുക. മണ്ണ് കൊണ്ട് തേച്ച ചുമര്, മണ്ണ് കൊണ്ട് തേച്ച സാധാരണ ഫ്ലോർ, അതിൽ ചിലപ്പോൾ കരി തേച്ചിട്ടുണ്ടാവും ഇല്ലേ? കൈതോലപ്പായിലായിരിക്കും. ഒരു വിരിപ്പ് പോലും ഇല്ലാത്ത കൈതോലപ്പായിൽ കിടന്നുറങ്ങുക. നേരം പുലർന്ന് എണീക്കുമ്പോൾ ശരീരത്തിന്റെ പുറത്ത് പലപ്പോഴും കരി പൊടിച്ച അടയാളങ്ങൾ കാണാൻ സാധിക്കും. അല്ലെങ്കിലോ ആ കൈതോലപ്പായുടെ മാർദ്ദവമില്ലാത്ത പൊളിരുകൾ നമ്മുടെ ശരീരത്തിൽ അവിടെ ചിത്രം വരച്ചിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കഴിഞ്ഞു പോയതാ. ആ ശരിയായ അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ, ശരിയായ വാതിലുകളും ജനലുകളും കൃത്യമായി ഇല്ലാത്ത വീട്ടിൽ അടിച്ചു വീശുന്ന കാറ്റിൽ നിന്നും ആ തണുപ്പിൽ നിന്നും ഒരു രക്ഷ നേടാൻ ഒരു പുതപ്പിന്റെ കഷ്ടം പോലും ഉണ്ടാവില്ല. നമ്മൾ ധരിച്ചിരിക്കുന്ന തുണി, ആ തുണി അഴിച്ച് അതുകൊണ്ട് തന്നെയാണ് പൊതിച്ചിരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇത് ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു ചരിത്രമല്ല ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഞാൻ അനുഭവിച്ച, നിങ്ങളിൽ പലരും അനുഭവിച്ച ഒരു ചിത്രമാണ്. പള്ളിയിലേക്ക് പോകുന്ന നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ കാരണവന്മാരായിട്ടുള്ള ആളുകൾക്ക് ഒരു തുണിക്ക് മറു തുണി ഇല്ലാതെയായിരുന്നു ഇല്ലേ? കുളിച്ച് അവർ ധരിച്ചിരിക്കുന്ന തുണി അവിടെ നിന്ന് തന്നെ കഴുകി തോർത്തുകൊണ്ടെടുത്ത് അവർ ഉടുക്കാൻ ഉപയോഗിക്കുന്ന തുണി മറ്റൊരു തുണി ഇല്ലാത്തത് കൊണ്ട് അതിങ്ങനെ പുതച്ച് കാറ്റിൽ വെയിലിൽ ആറിക്കൊണ്ടായിരിക്കും അവർ പള്ളിയിലേക്ക് കടന്നു പോകുക. ഇങ്ങനെ ഒരു കാലഘട്ടം എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. വിശപ്പിന്റെ കാഠിന്യം കൃത്യമായി അറിഞ്ഞവരായിരുന്നു നമ്മളിൽ പല ആളുകളും. എന്താണ് വിശപ്പ്? ഒരു നേരത്തെ വിശപ്പടക്കാൻ 10 നെട്ടിന്റെ പൂള ഒരു പ്രാവശ്യമല്ല 2ഉം 3ഉം പ്രാവശ്യം വെട്ടി നുറുക്കി പുഴുങ്ങി അതിന്റെ വെള്ളം കട്ടും കളഞ്ഞ് ഇല്ലേ, പച്ചമുളകും ഉപ്പും ഇട്ട് കഴിച്ച് മദ്രസയിലേക്കും സ്കൂളിലേക്കും പോയ പല ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കണം. പടച്ച തമ്പുരാൻ നമുക്ക് അനുഗ്രഹം നൽകിയിട്ടുണ്ടോ? പടച്ച തമ്പുരാൻ നമുക്ക് അനുഗ്രഹം നൽകിയിട്ടുണ്ടോ? പറയാത്ത കല്യാണത്തിന് പോയിട്ട് പോലും ഒരു നേരത്തെ വിശപ്പടക്കാൻ കഷ്ടപ്പെട്ട ആളുകളായിരുന്നു നമ്മളുടെ കാരണവന്മാരായിട്ടുള്ള പല ആളുകൾ. ഇതൊരു അനുഭവമാണ്. അള്ളാഹു നമുക്ക് അനുഗ്രഹം നൽകിയിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മൾ ആലോചിക്കുക. ഈ ഒരു അവസ്ഥ എന്തുകൊണ്ടുണ്ടായി നമ്മൾ ആലോചിച്ച് നോക്കണം. ആ കഷ്ടപ്പാടിൽ നിന്നും അള്ളാഹു നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് നൽകി. ഇതുപോലുള്ള അനുഭവങ്ങൾ ഇന്ന് നമ്മളിലില്ല. നമ്മുടെ നാട്ടിൽ വളരെ തുച്ഛമാണ്. പക്ഷേ ഇന്ന് ലോകത്ത് ഇങ്ങനെ ജീവിക്കുന്ന ആളുകൾ ഇന്നുമുണ്ട്. ആഫ്രിക്കയിലെ ചില രാജ്യങ്ങളിലും അതുപോലെ തന്നെ ഉത്തരേന്ത്യയിൽ സഞ്ചരിച്ച ആളുകൾക്കറിയാം, മുസ്ലിം സഹോദരന്മാരായ ബഹുഭൂരിഭാഗം ആളുകൾ ഇന്നും ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കുകയാണ്. ചോല നായ്ക്കന്മാരായിട്ടുള്ള ആളുകൾ. അതുപോലെ നമ്മുടെ രാജ്യത്തിന്റെ ചേരികളിൽ താമസിക്കുന്ന പല ആളുകളും അവരുടെ വീട് എന്ന് പറയുന്നത് ഒരു ഓലപ്പുര അല്ലെങ്കിൽ ഒരു ഷെഡ്, ഒരു ഷീറ്റ് വലിച്ചു കിട്ടിയതാണ്. ശരിയായ പോഷകാംശങ്ങളുള്ള ഭക്ഷണമില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിക്കുക, അള്ളാഹു നമുക്ക് അനുഗ്രഹം നൽകിയിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. എത്ര മനോഹരമായ വീടുകളാണ് ഈ 50 കൊല്ലത്താനിടയിൽ നമ്മളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുക ഇല്ലേ? 1/2 കോടിയും 1 കോടിയും രൂപ വരുന്ന വില കൂടിയ വീടുകളിലാണ് ഞാൻ നിങ്ങളുമൊക്കെ ഇന്ന് താമസിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമുക്ക് അനുഗ്രഹം ചെയ്തിട്ടുണ്ടോ? ഈ അള്ളാഹുവിനോട് നമ്മൾ ശുക്ർ ചെയ്യേണ്ടതില്ലേ? ഈ പടച്ചവരോട് നാളെ നമ്മൾ എന്ത് പറയും? ഇത് നമ്മൾ ആലോചിക്കാനുള്ളതാണ്. നാളെ പരലോകത്ത് എന്ത് നമ്മൾ അള്ളാഹുവിനോട് മറുപടി പറയും?
പടച്ചവൻ അനുഗ്രഹങ്ങൾ വാരിക്കോരി തന്ന ഒരു വിഭാഗമാണ് ഞാനും നിങ്ങളും എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. എത്ര സുന്ദരമായ അല്ലേ ഇന്റീരിയറുകളുടെ ഡിസൈനുകളും വളരെ ദീപാലങ്കൃതമായ വീടുകളും വളരെ മാർദ്ദവമായ സോഫകളിലും ബെഡുകളിലും കിടന്നിറങ്ങുകയാണ് നമ്മളും നമ്മുടെ മക്കളൊക്കെ. ഞാനത് കുറ്റപ്പെടുത്തുകയില്ല, അതൊക്കെ വേണ്ടത് തന്നെയാണ്. പക്ഷേ നമ്മൾ വന്നിരുന്ന, നമ്മൾ അനുഭവിച്ചിരുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ച് നമ്മൾ മറക്കരുത്. ഇത് നൽകിയവനാരാ? റബ്ബാണ്, ആ പടച്ചവനാണ്. ആ പടച്ചവന് കൂടുതൽ ശുക്ർ ചെയ്തുകൊണ്ടായിരിക്കണം നമുക്ക് ജീവിക്കേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു നേരത്തെ പട്ടിണിക്ക് വേണ്ടി ചക്കമുറി കൊണ്ടുപോയി തിന്ന ആളുകളാണ് നമ്മൾ പല ആളുകളും. വിശപ്പടക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. ഇന്ന് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് വെളുത്ത ചോറ് ഇന്ന് കുട്ടികൾക്ക് താല്പര്യമില്ല. വെളുത്ത ചോറ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, കുട്ടികൾക്കൊക്കെ വലുതാണ്. അതിനപ്പുറമാണ് ഇന്ന് നമുക്ക് ബ്രോസും അതുപോലെ അൽഫാമും ബിരിയാണിയും മന്തിയും ഒക്കെ ഇന്ന് നമുക്ക് രുചി കുറഞ്ഞുകൊണ്ട് വരികയാണ്. നമ്മൾ ആലോചിക്കുക, പടച്ച തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്ന ഈ അനുഗ്രഹം നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ ചോദ്യം ചെയ്യും. ഇത്രമാത്രം സുഖസൗകര്യങ്ങൾ നമ്മൾ ധരിച്ചുകൊണ്ടിരിക്കുന്ന വസ്ത്രങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു അല്ലേ, തണുപ്പുള്ള ഒരു രാത്രിയിൽ ഒരു പുതപ്പിന്റെ കഷ്ടം പോലും നമ്മളുടെ കാരണവന്മാരായിട്ടുള്ള ആളുകൾക്ക്, നമ്മുടെ മാതാപിതാക്കൾക്ക് പുതക്കാൻ അവർക്കില്ലായിരുന്നു. ഉടുത്ത തുണി പുതപ്പായി ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ എത്രയും മാറിയെന്നറിയോ? നമ്മുടെയൊക്കെ വസ്ത്രങ്ങൾ വെക്കുവാൻ അലമാരകൾ നമ്മുടെ വീടുകളിൽ തികയുന്നില്ല. എത്ര അലമാരകളുണ്ടോ അത്രയും അലമാരകളിലേക്ക് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വസ്ത്രങ്ങൾ. ഞാൻ ഇതൊന്നും വേണ്ട എന്ന് സൂചിപ്പിക്കുകയല്ല, പക്ഷേ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മൾ അനുഭവിച്ചതാണ്. നമ്മുടെ കുട്ടിക്കാലത്ത് നിന്നും ഈ ഒരു കാലം വരെ സമയം നമ്മൾ നേരിട്ട് അനുഭവിച്ചവരാണ് നമ്മൾ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നാളെ പരലോകത്ത് അള്ളാഹുവിനോട് നമ്മൾ എന്ത് പറയും? സൂറത്ത് റഹ്മാനിലെ എല്ലാവർക്കും സുപരിചിതമായ ഒരായത്താണ് ഞാൻ ഓർമ്മിപ്പിച്ചത്. സൂറത്ത് റഹ്മാനിന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന മറ്റൊരു പേര് അറൂസ് എന്നാണ്. മണവാട്ടി, ഖുർആനിലെ മണവാട്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്ത് റഹ്മാൻ. അതിൽ അള്ളാഹു തആല 31 പ്രാവശ്യം ആവർത്തിച്ച് ചോദിച്ചൊരു ചോദ്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആമുഖമായി കേൾപ്പിച്ചത്. 31 വട്ടം അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. എന്താണ് അതിൽ പറയുന്നത്? ജിന്നുകളോടും മനുഷ്യരോടും അല്ലാഹു ചോദിക്കാണ്, നിങ്ങൾ പിന്നെ എന്തൊരു അനുഗ്രഹം കൊണ്ടാണ് നിങ്ങൾ കളവാക്കുന്നത്? എത്ര അനുഗ്രഹങ്ങളാണ് കൂട്ടരെ ജിന്നുകളോടും മനുഷ്യരോടും എന്നോടും നിങ്ങളോടും അല്ലാഹു ചോദിക്കുകയാണ്, എത്ര അനുഗ്രഹമാണ് ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്, പിന്നെ എന്തിനാണ് നിങ്ങൾ കളവാക്കുന്നത്? എന്താണ് നിങ്ങൾ അല്ലാഹുവിനെ ശുക്ർ ചെയ്യാതെ ജീവിക്കുന്നത് എന്ന് പടച്ച തമ്പുരാൻ 31 പ്രാവശ്യം. ഈ സൂറ വിശുദ്ധ ഖുർആൻ ഇതിനെക്കുറിച്ച് പറയുന്ന ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിന്നുകൾ കേട്ട സന്ദർഭത്തിൽ ജിന്നുകളിൽ നിന്നും ആളുകൾ പറഞ്ഞു, ജിന്നു പറഞ്ഞു, ലാ ബിശൈഇൻ മിൻ നിഅമതിക റബ്ബനാ നുകദ്ദിബു. ആ ജിന്നു പറയുകയാണ്, എന്താണ് പടച്ച തമ്പുരാനോട് ഫബിയയ്യാലായി റബ്ബികുമാ തുകദ്ദിബാൻ എന്ന് ജിന്നുകൾ കോതി കേൾപ്പിച്ചപ്പോ ജിന്നുകൾ പറഞ്ഞത് എന്താണെന്നറിയോ? റബ്ബേ, നിന്റെ അനുഗ്രഹത്തിൽ ഒരിക്കലും തന്നെ ഞങ്ങൾ നന്ദി കേട് കാണിക്കുകയില്ല, ഞങ്ങൾ കളവാക്കുകയില്ല. ഫലകൽ ഹംദ്, നാദാ നിനക്കാകുന്നു സർവസ്തുതി. പടച്ചവനാണ് നമ്മൾ സ്തുതി പറയേണ്ടത്. അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ ജീവിതത്തിൽ നമ്മൾ കഴിഞ്ഞു പോയിരിക്കുന്ന ഓരോ ദശാസന്ധികളും നമ്മുടെ പ്രയാസഘട്ടങ്ങളുമെല്ലാം ഇടക്കിടക്ക് നമ്മൾ ഓർക്കുകയും പടച്ച തമ്പുരാൻ അതിൽ നിന്നെല്ലാം മാറ്റി ഇന്ന് വളരെ സുഖസമ്പൂർണമായ ഒരു കുടുംബ ജീവിതം നയിക്കാൻ, നല്ല വീട് നൽകാൻ, നല്ല ഭക്ഷണം നൽകാൻ, നല്ല വസ്ത്രം നൽകാൻ, നല്ല സൗകര്യങ്ങൾ നൽകാൻ, നല്ല സമ്പത്ത് നൽകാൻ, നല്ല ആരോഗ്യം നൽകിയ ആ പടച്ച തമ്പുരാന് ശുക്ർ ചെയ്തുകൊണ്ട് അവനെ ഹംദ് പറഞ്ഞുകൊണ്ടായിരിക്കണം ജീവിക്കേണ്ടതെന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാൻ സാധിക്കും. മാ അന്നമല്ലാഹു അലാ അബ്ദിൻ നിഅമ, പടച്ച തമ്പുരാൻ അല്ലാഹു തആല ഒരു മനുഷ്യന് അവന് ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്താണെന്ന് അറിയാം. അവനൊരു അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ ആ മനുഷ്യൻ പറയും, ഒരു അടിമ പറയും, ഫഖാല അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനെ സ്തുതിക്കും അവൻ. നമ്മളൊക്കെ ആലോചിക്കേണ്ടതാ, നമ്മളൊക്കെ ഓരോ നിമിഷവും ഒരുപാട് അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പടച്ച തമ്പുരാനോട് അൽഹംദുലില്ലാഹ് എന്ന് പറയും. അവന് കിട്ടിയതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠകരമാണ്
പടച്ച തമ്പുരാൻ ഒരു മനുഷ്യന് ഒരു അനുഗ്രഹം നൽകുമ്പോ അൽഹംദുലില്ലാ എന്ന് പറയുന്നത് ആ ബോധം ഉണ്ടാകുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കി, ഓരോ സംഗതികളും നമ്മുടെ സമ്പത്താണെങ്കിലും ശാരീരികമാണെങ്കിലും നമ്മുടെ വാഹനങ്ങളാണെങ്കിൽ എന്തെല്ലാം അനുഗ്രഹമാണ് പടച്ച തമ്പുരാൻ നൽകിയത്. ഈ അനുഗ്രഹങ്ങൾക്കൊക്കെ അൽഹംദുലില്ലാ എന്ന് പറയാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകേണ്ടത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ നന്ദിയുള്ള അടിമകളായി ജീവിക്കുക. നന്ദിയുള്ള അടിമകളായി ജീവിക്കുക. വിശുദ്ധ ഖുർആൻ വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരാം. നിങ്ങളുടെ റബ്ബ് പ്രഖ്യാപിക്കുകയാണ്, നിങ്ങൾ നന്ദി ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരിക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മൾ വിശ്വാസികളായ സഹോദരി സഹോദരന്മാർ നന്ദി ചെയ്തുകൊണ്ട് ജീവിച്ചാൽ പടച്ച തമ്പുരാൻ കൂടുതലായി നൽകുമെന്നും വലയിൻ കഫർതും ഇന്ന അദാബി ലശദീദ്, അവിടെ അല്ലാഹു കൃത്യമായി നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. അല്ലാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ട് ആ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യേണ്ട രൂപത്തിൽ ചെയ്യാതെയാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ കൃത്യമായി പറയാൻ വലയിൻ കഫർതും, നിങ്ങൾ നന്ദികേടാണ് നിങ്ങൾ കാണിക്കുന്നതെങ്കിൽ ഇന്ന അദാബി ലശദീദ്, തീർച്ചയായും എന്റെ ശിക്ഷ കഠിനമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരികളെ, നല്ല വിശ്വാസികളായിക്കൊണ്ട് അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഓരോ അനുഗ്രഹത്തിനും, അത് സാമ്പത്തികമായിട്ടുണ്ടാവും, ശാരീരികമായിട്ടുണ്ടാവും, നമ്മുടെ മറ്റുള്ള ഭൗതിക സൗകര്യങ്ങൾ ഉണ്ടാവും, ഇതിനൊക്കെ കൃത്യമായ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു വീടിന്റെ മുമ്പിലോ വാഹനത്തിലോ നമ്മൾ ആയത്തിന്റെ കഷ്ടം എഴുതിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. നമ്മൾ ഇത് എന്റെ റബ്ബിന്റെ ഫളിലാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഫളിന് ശേഷം എന്താ പറയുന്നത്? എന്താ, ഞാൻ നന്ദി കാണിക്കുന്നവനാണോ നന്ദികേട് കാണിക്കുന്നവനാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അള്ളാഹുവിന്റെ പരീക്ഷണം. അപ്പൊ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന നല്ല വീട്, നല്ല വാഹനം, നല്ല സമ്പത്ത്, നല്ല ആരോഗ്യം, നല്ല സൗകര്യങ്ങൾ, ഇതൊക്കെ ഉണ്ടായിട്ട് പടച്ചോനെ മറന്നുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, പടച്ചവനോട് നന്ദി കാണിക്കാതെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ഇന്ന അദാബി ലശദീദ്, തീർച്ചയായും എന്റെ ശിക്ഷ കഠിനമായിരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരിക. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ, അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഓരോ അനുഗ്രഹത്തിനും നല്ല നന്ദിയുള്ള, റസൂലുള്ളാഹി പറഞ്ഞതുപോലെ അഫലാ അകൂനു അബ്ദൻ ശകൂറ, നന്ദിയുള്ള ഒരു അടിമയായിക്കൊണ്ട് ഞാൻ ജീവിക്കട്ടെ. ഇത് നമ്മളോട് ഓരോരുത്തരോടുമാണ് പറയുന്നത്. നമ്മൾ ആലോചിക്കുക, അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഓരോ അനുഗ്രഹത്തിനും അതിൻ്റെതായ രൂപത്തിൽ പടച്ചവനോടും പടപ്പുറോടുമുള്ള കടമകൾ നിർവഹിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് സല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹനിധികളായ കാരണവന്മാരെ, ജ്യേഷ്ഠാന്മാരെ, സഹോദരിമാരെ, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കലൂടെ ഉണർത്തുകയാണ്. നമ്മൾ പറഞ്ഞു വന്നത്, അല്ലാഹു എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ എനിക്കും നിങ്ങൾക്കുമൊക്കെ തന്നിട്ടുണ്ട് എന്ന്. അത് യഥാസമയം ഓരോ ദിവസവും ഓരോ സമയവും നമ്മുടെ ആലോചനയിൽ ഉണ്ടാകണം. ആ കാര്യം മനസ്സിലാക്കി തന്നിരിക്കുന്ന പടച്ചവന് ശുക്ർ ചെയ്തുകൊണ്ട് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണമെന്നാണ് ഇത്രയും സൂചിപ്പിച്ചത്. ഈ ശുക്ർ കാണിക്കുന്നത് 3 രൂപത്തിലായിരിക്കും. 3 രൂപത്തിലാണ് ഒരു മനുഷ്യൻ ശുക്ർ കാണിക്കുന്നത്. ഒന്ന്, അവന്റെ ഹൃദയം കൊണ്ടായിരിക്കണം, കൽബ് കൊണ്ടുള്ള ഒരു ശുക്ർ. കൽബ് കൊണ്ടുള്ള ശുക്ർ എന്ന് പറയുമ്പോൾ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഓരോ അനുഗ്രഹത്തിനും മനസ്സുകൊണ്ട് അംഗീകരിക്കാം. പടച്ചോനെ, നീ ഈ ഒരു അനുഗ്രഹം എനിക്ക് നൽകിയിട്ടില്ലായിരുന്നെങ്കിൽ എന്റെ പ്രയാസം എത്രമാത്രമായിരുന്നു. ഇപ്പൊ ഓരോ അനുഗ്രഹവും ഞാൻ പറഞ്ഞില്ല, അത് നമ്മൾ വിശദീകരിച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാം. നമുക്ക് ശരീരത്തിനാണെങ്കിലും, നമ്മുടെ സമ്പത്താണെങ്കിലും, കുടുംബമാണെങ്കിലും, നമ്മുടെ വാഹനമാണെങ്കിലും, വീടാണെങ്കിലും, എന്താണെങ്കിലും ഈ അനുഗ്രഹങ്ങളൊക്കെ എനിക്ക് നൽകിയതിന് നമ്മുടെ മനസ്സിലൊരു ശുക്ർ നമ്മൾ കാണിക്കണം എപ്പോഴും. രണ്ടാമത്തെ ശുക്ർ നമ്മൾ കാണിക്കേണ്ടത് നമ്മുടെ നാവ് കൊണ്ടാണ്. ഹൃദയത്തിൽ മാത്രം പോരാ, നാവ് കൊണ്ട് നമ്മൾ ആ നന്ദി നമ്മൾ കാണിക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്. എന്നാൽ നിനക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹം, നിന്റെ റബ്ബ് നൽകിയിരിക്കുന്ന നിന്റെ അനുഗ്രഹത്തിന് നീ അതിന് ഫഹദ്ദിസ്, നീ പറയുക. അപ്പൊ അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മൾ പറയണം.
അത് നമ്മൾ നാവ് കൊണ്ട് പറയണം. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വിശദീകരിച്ചു. റസൂലുള്ളാഹി പറയാണ് ഖൽബുൻ ഷാക്കിർ. മൂന്ന് തരമാണ് പറയാം. ഖൽബുൻ ഷാക്കിർ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിനെ ഓർക്കുന്ന നന്ദിയുള്ള ഒരു ഹൃദയം ഒരു വിശ്വാസിക്കുണ്ടാണ്. നന്ദിയുള്ള ഒരു ഹൃദയം. ആരും അള്ളാഹിനോടൊരു നന്ദി. നമുക്ക് എന്തുണ്ടെങ്കിലും അള്ളാഹിനോടൊരു നന്ദിയുള്ള ഒരു ഹൃദയത്തിന്റെ ഉടമയായിരിക്കും. രണ്ടാമത്തെ റസൂലുള്ളാഹി പറഞ്ഞു നിൽക്കുന്ന എന്താ? അള്ളാഹിനെ ഓർക്കുന്ന ഒരു നാവ്, ദിക്റ് ചൊല്ലുന്ന ഒരു നാവ് നമുക്ക് ഉണ്ടാകണ്ട. നമ്മുടെ നാവ് അതിന് കൂടി ഉള്ളതാണ്. നമ്മൾ വേണ്ടാത്തന്നെ പറയാനുള്ളതല്ല. അള്ളാഹിനെ ഓർക്കുന്ന നാവ്, അത് ദിക്റ് ചെല്ലാൻ, അള്ളാഹിനെ ഓർക്കാൻ, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ്, അള്ളാഹിനെ കുറിച്ചുള്ള പറയുന്ന ഒരു നാവ് അവനുണ്ടായിരിക്കണം. മൂന്നാമത്തെ റസൂലുള്ളാഹി പറഞ്ഞു സൗജത്തുൻ സാലിഹത്തുൻ തുഈനുക അലാ അംരി ദുനിയാക വദീനിക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് പിന്നെ ദുനിയാവിൽ കിട്ടുന്ന മൂന്നാമത്തെ ഒരു കാര്യം റസൂലുള്ളാഹി പറഞ്ഞു നല്ല ഒരു ഇണ. ആ ഇണ തുഈനുക അലാ അംരി ദുനിയാക വദീനിക, നിന്റെ മതപരവും അതുപോലെ തന്നെ ഭൗതികവുമായ കാര്യത്തിന് നിന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭാര്യ. അത് വല്ലാത്ത ഒരു ഗുണമുള്ള കാര്യമാണ്. നമ്മുടെ ഭാര്യമാര് എങ്ങനെയായിരിക്കണം വിശദീകരിക്കാൻ. ഭർത്താവിനെ ദുന്യാവിന്റെയും ഭൗതികവുമായ ദീനിയായ കാര്യങ്ങൾക്കും സഹായിക്കുന്നുണ്ട്. സുബൈക്ക് വരുന്നില്ല എങ്കിൽ സുബൈക്ക് വിളിച്ചു നിർത്തുന്ന ഭാര്യ ആയിരിക്കണം. കണ്ടില്ലേ, സുബൈന്റെ ബാങ്ക് കൊടുത്തിട്ടുണ്ട്, സുബൈക്ക് ജമാഅത്തിന് പോയിക്കോളി. ഇതാണ് ദീനിയായിട്ടുള്ള കാര്യമാണ്. വീട്ടിൽ നിന്ന് ഓതുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ ഭാര്യ പറയണം, പറഞ്ഞു കൊടുക്കണം, ഇതാ ഓതുന്ന സമയമാണ്, നമ്മൾ കുറച്ചേരം ഓതുക. ഇങ്ങനെ ദീനിന് ഉപകാരപ്പെടാവുന്ന സംഗതികളെ സഹായിക്കുന്ന ഒരു ഭാര്യ. എന്നാ ദുന്യാവിന്റെ കാര്യത്തിനും സഹായിക്കണം, ദുന്യാവിനും ദീനിനും സഹായിക്കുന്ന ഒരു ഭാര്യ ഉണ്ടാകുക എന്നുള്ളതും നല്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞത്. ബാക്കി അത് ഖൈറുമ്മ ഇക്തനസന്നാസുന, ജനങ്ങൾ സമ്പാദിച്ചുണ്ടാക്കുന്നതിനേക്കാളൊക്കെ നല്ലത് ഈ മൂന്ന് കാര്യങ്ങളാണ്. ഏതാ മൂന്ന് കാര്യം? നേരത്തെ പറഞ്ഞ ഖൽബുൻ ഷാക്കിർ, നന്ദിയുള്ള ഒരു ഹൃദയത്തിന്റെ ഉടമ. പടച്ചവനോട് എപ്പോഴും ഒരു നന്ദി. പടച്ചവനെ, എനിക്ക് ഇങ്ങനെ ഒരു ആരോഗ്യം നൽകിയില്ല, എനിക്ക് ഇങ്ങനെ ഒരു സമ്പത്ത് നൽകിയല്ലോ, ഇങ്ങനെ ഒരു വീട് നീ നൽകിയല്ലോ, ഇങ്ങനെ ഒരു വാഹനം നീ നൽകിയല്ലോ, ഇങ്ങനെ വരുമാനം എനിക്ക് നൽകിയല്ലോ റബ്ബേ എന്ന് പറയുന്ന ഒരു നല്ല മനസ്സ്, അതാണ് ഖൽബ്. രണ്ടാമത് അത് പറയണം. അതാണ് റസൂലുള്ളാഹി പറഞ്ഞത് ലിസാനുൻ ദാക്കിറുൻ, ദിക്റ് ചൊല്ലുന്ന ഒരു നാവ്. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിക്കാം. മൂന്നാമത് ശുക്ർ ചെയ്യേണ്ടുന്ന രൂപം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമുക്ക് പഠിപ്പിച്ചിരുന്നത് അവയവം കൊണ്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അത് അങ്ങനെ തന്നെ നമ്മൾ ചെയ്യണം. ഇപ്പൊ ഒന്ന് ഹൃദയം കൊണ്ട്, രണ്ടാമത്തത് നാവ് കൊണ്ട്, മൂന്നാമത്തത് നമ്മുടെ അവയവം കൊണ്ട്. കൃത്യമായി പറയാം. ഇപ്പൊ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹ് സൂചിപ്പിക്കുന്നുണ്ട് ഖുർആനിൽ. എന്താ പറയുക? ദാവൂദിന്റെ കുടുംബമേ നിങ്ങൾ പ്രവർത്തിക്കുക, ശുക്ർ പ്രവർത്തിക്കുകയാണ്. നന്ദി പറഞ്ഞാൽ മാത്രം പോരാ, നന്ദി നമ്മൾ പ്രവർത്തിക്കുക. നന്ദി പ്രവർത്തിക്കൽ അങ്ങനെ തന്നെ. പടച്ചോൻ നൽകിയ രണ്ട് കാലുകൊണ്ട് നമ്മൾ ജമാഅത്ത് നമസ്കാരത്തിന് വരിക, അത് നമ്മൾ പ്രവർത്തിക്കലാണ്. നമ്മൾ ഓതുക, നമ്മൾ മറ്റുള്ള പാവപ്പെട്ട മനുഷ്യന്മാരെ സാമ്പത്തികമായി സഹായിക്കുക, ശാരീരികമായി സഹായിക്കുക. ഇങ്ങനെ മനുഷ്യന്മാർക്ക് ഉപകാരപ്പെടുന്ന അനാഥകളും വിധവകളും ഒക്കെ ആയ ആളുകൾക്ക് വേണ്ടി നമ്മളുടെ കൈകൊണ്ടും കാലുകൊണ്ടും നമ്മുടെ നോട്ടം കൊണ്ടൊക്കെ അവയം കൊണ്ട് നമ്മൾ പടച്ചോനെ സഹായിക്കുക. ഇതിനാണ് നമ്മുടെ ജീവിതം, ഇതിനാണ് നമ്മുടെ ജീവിതം, ഇതിനാണ് പടച്ചോൻ നമ്മൾ സൃഷ്ടിച്ചത്. ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാതെയാണ് നമ്മൾ മരിച്ചു പോകുന്നെങ്കിൽ നമ്മൾ ആലോചിക്കുക, ഇത്രയൊക്കെ നന്ദി നമുക്ക് കിട്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞ രൂപത്തിലുള്ള കൽബ് കൊണ്ട് ചെയ്യുന്നില്ല, നാവ് കൊണ്ട് ചെയ്യുന്നില്ല, നമ്മുടെ അവയവങ്ങൾ കൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ വിശുദ്ധ ഖുർആൻ സൂറത്ത് തകാസുറിന്റെ അവസാനത്ത് പറഞ്ഞില്ലേ, എല്ലാവർക്കും കാണാൻ പാടുള്ള നാളെ പരലോകത്ത് എല്ലാവരും ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അവന് കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. ഇത് പറഞ്ഞ് പേടിപ്പിക്കല്ല, അള്ളാഹ് നമ്മളോട് മുൻകൂട്ടി പറയാ. അള്ളാഹ് മുൻകൂട്ടി പറയാണ് എന്താ നമ്മൾ പഠിച്ചോണ്ട് പറയാ. സഹോദരന്മാരെ സഹോദരികളെ, എന്ത് നമ്മൾ പഠിച്ചോണ്ട് പറയും? നമുക്ക് ലഭിച്ചിരിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളും പടച്ചോൻ ചോദിക്കും നമ്മളോട്, എനിക്ക് നിന്റെത് തന്നില്ലേ, ഇന്റെ ആരോഗ്യം തന്നില്ലേ, ശാരീരികമായ സവിശേഷം തന്നില്ലേ, സമ്പത്ത് നൽകിയില്ലേ, സൗകര്യങ്ങൾ നൽകിയില്ലേ? ഒരു വേള വിശപ്പിന്റെ സഹിക്കവയ്യാതെ പ്രവാചകന്റെ തഫ്സീറിൽ കാണാൻ സാധിക്കും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ കടന്നിട്ട് ഉറക്കം വരുന്നില്ല, വിശന്നിട്ട് ഉറക്കം വരുന്നില്ല.
റസൂലുള്ള മദീന പള്ളിന്റെ അടുത്തേക്ക് വരികയാണ്. ആരെങ്കിലും വിളിച്ചു കൊണ്ടുപോയാൽ രാത്രിയാവുന്നത് ആരും കാണില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നു. അബൂബക്കർ സിദ്ദീഖിനോട് പറഞ്ഞില്ല, നബിയോട് പറഞ്ഞില്ല, സലാം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരിച്ചു അബൂബക്കർ സിദ്ദീഖ് കൊണ്ടുപോകും. അബൂബക്കർ സിദ്ദീഖും വീട്ടിൽ നിന്ന് വരാനുള്ള കാരണം എന്താ? പട്ടിണി. ഒരു നേരത്തെ വിശപ്പകറ്റാൻ കഴിയാതെ പട്ടിണി കിടക്കുക. കുറച്ച് കഴിഞ്ഞപ്പോഴും ഉമർ റളിയല്ലാഹു അൻഹു വരുന്നു. ഇതേ പ്രശ്നം തന്നെയാണ് അവരാ ബാധിച്ചത്. ഇത് കുറച്ചു മുമ്പ് നമ്മുടെയൊക്കെ ഉപ്പമ്മമാർക്ക് സംഭവിച്ച സംഗതിയാണ്. ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, ന്യൂജനെ സംബന്ധിച്ചിടത്തോളം വിശപ്പ് എന്ന് പറയുന്ന ആ ഒരു വികാരമുണ്ടല്ലോ, അത് അറിഞ്ഞുകൊള്ളണമെന്നില്ല. നിങ്ങൾ എത്രയോ ഭാഗ്യവാന്മാരാണ് എന്റെ കുട്ടികളെ, എത്രയോ ഭാഗ്യവാന്മാരാണ് നിങ്ങൾ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഫലസ്തീനിന്റെ മണ്ണിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇന്നലെ ഉത്തരേന്ത്യയിലെ ആസാമിലും ബീഹാറിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് സ്വന്തം ചെറിയ ചെറ്റപ്പുര പോലും പൊളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ താമസിക്കാൻ ഇടയില്ലാത്ത വിധത്തിൽ ഭക്ഷണമില്ലാതെ പ്രയാസപ്പെടുന്ന മനുഷ്യന്മാർ. അവസാനം മഹാനായ ഈ മൂന്നാളുകളെയും, പ്രവാചകനെയും, അബൂബക്കർ സിദ്ദീഖിനെയും, ഉമർ റളിയല്ലാഹു അൻഹുവിനെയും ഒരു സഹാബി കൊണ്ടുപോവുക. ആടിനടുത്ത് എന്റെ മാംസം കൊടുത്തു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷിച്ചതിന് ശേഷം ഓതിയ ആയത്താണ് ഈ അനുഗ്രഹത്തെ കുറിച്ച് നിങ്ങളോട് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഓരോ അനുഗ്രഹവും ആ അനുഗ്രഹത്തിന് കൃത്യമായ നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകണം. നമ്മളുടെ ജീവിതത്തിൽ വന്നുപോയിരിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും പഠിച്ചു തമ്പുരാൻ നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹുവിന് ശുക്ർ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു മനസ്സിന്റെ ഉടമകളാക്കാൻ റബ്ബേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്. പലരും വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിനെ അവരുടെ രോഗങ്ങൾ നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ജ്യേഷ്ഠാന്യന്മാർ, സഹോദരന്മാർ, സഹോദരികൾ, സുഹൃത്തുക്കൾ, അള്ളാഹുവെ അവർക്കെല്ലാം മാഫറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. കത്തിയാളുന്ന നരകാഗ്നിയിൽ നിന്നും ഖബർ ശിക്ഷയിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. ഞങ്ങൾ ചെയ്തിരിക്കുന്ന എത്ര ചെറിയ അമലുകളാണെങ്കിലും സാലിഹത്തുകളാണെങ്കിലും നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിരിക്കുന്ന എത്ര വലിയ അപരാധങ്ങളാണെങ്കിലും തെറ്റുകളാണെങ്കിലും റഹ്മാനായ കാരുണ്യവാനായ നാഥ നീ ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി തന്നെ തമ്പുരാനെ. അല്ലാഹുമ്മ സ്വല്ലി അലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ അജാബ് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയ്ൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം.